അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ റബ്ബ് പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. യഥാർത്ഥ ദീനിൻ്റെ ഖാദിമീങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് അല്ലാഹുവിൻ്റെ ദീൻ എന്നും ആ ദീനിൻ്റെ 3 ഭാഗങ്ങളാകുന്ന ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അഖീദ, ഫിഖ്ഹ്, തസവ്വുഫ്, ഇതാണെന്നും ആ 3 കാര്യങ്ങളിൽ നിന്നും ഫർള് ഐനായി ഒരു നിശ്ചിത ഭാഗം നാം എല്ലാം മനസ്സിലാക്കിയിരിക്കണമെന്നും അതിനപ്പുറമുള്ള ഇൽമുകൾ ഫർള് കിഫായയായ രൂപത്തിലും സുന്നത്തായ രൂപത്തിലുമെല്ലാം വരും എന്ന് നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും അങ്ങോട്ട് പോകുന്നു. അതിലെ ഒരു ഭാഗമാണ് ഫിഖ്ഹ്. ആ ഫിഖ്ഹ് എന്ന് പറയുന്നത് മുജ്തഹിദ് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ അഹ്കാമുകളാകുമ്പോൾ ആരാണോ ഗവേഷണം ചെയ്തു കണ്ടെത്തുന്നത് അതടിസ്ഥാനത്തിൽ ആ മുജ്തഹിദിലേക്കു ചേർത്തി അൽ മദ്ഹബു ഷാഫി ക്ലിയർ കുറവുണ്ടാ? അൽ മദ്ഹബു ഷാഫിഇ എന്നും അതേപോലെ അൽ മദ്ഹബുൽ ഹനഫിയു, അൽ മദ്ഹബുൽ മാലിക്കിയു, അങ്ങനെ തുടങ്ങി അൽ മദ്ഹബുൽ ഹംബലിയു എന്ന രൂപത്തിൽ പറയുന്നു എന്നും നമ്മൾ പറഞ്ഞു. ആ ഷാഫിഈ ഫിഖ്ഹിൻ്റെ ഉത്ഭവവും അതിൻ്റെ വളർച്ചയും ഫിഖ്ഹിൻ്റെ ക്രമീകരണവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത്. അങ്ങനെ ക്രമീകരിക്കപ്പെട്ട ഫിഖ്ഹിൻ്റെ 4 ഭാഗമാകുന്ന ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്, അതിലെ മുആമലാത്തിനെ കുറിച്ചാണ് നമ്മുടെ പരാമർശം. മുആമലാത്ത് അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഹലാലായ കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഉപയോഗിക്കുക. എൻ്റെ ആവശ്യമല്ല. എന്താ പറയുക? മുആമലാത്തിൻ്റെ ലക്ഷ്യം സാമ്പത്തിക ശുദ്ധി എന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് ഇബാദാത്തുകളിൽ വരുന്ന അപാകതകൾ അതിൽ ഒതുങ്ങുമെങ്കിലും മുആമലാത്തിൽ വരുന്ന ധനസമ്പാദന മാർഗത്തിൽ വരുന്ന ധനസമ്പാദന മാർഗം മാത്രമല്ല മുആമലാത്തിൽ പ്രതിപാദിക്കുന്നത് ധനവിനിയോഗവും. അപ്പോൾ ആ തസറുഫുൽ മാലി, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പരിശുദ്ധമാവുക, ഇതാണിപ്പം മുആമലാത്ത് നാം പഠിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നതും ഫുഖഹാ അതിനെ ക്രമീകരിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യവും. അതിൽ ഇബാദാത്തുകളിൽ ഭംഗം വരുന്നാൽ അതിൽ പരിമിതമാകുന്നത് പോലെയല്ല മുആമലാത്തിൽ വരുന്ന അപാകതകൾ മറ്റു ഇബാദത്തുകളെയും ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വതാഅത്തുൻ മിമ്മൻ ഹറാമ യഖുലു മിസ്ലുൽ ബിനാഇ ഫൗഖ മാ യജഅലു എന്ന് പറഞ്ഞു. അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ശുദ്ധീകരണമില്ലെങ്കിൽ എന്തും സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയും വരുന്നു. അപ്പോൾ ത്വാഅത്തുകൾ ഏതും സ്വീകരിക്കപ്പെടാത്ത ഒരവസ്ഥ വരുന്നത് പോലെ
പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടാത്ത ഒരവസ്ഥ എന്തിനാൽ വന്നു ചേരുന്നു? സാമ്പത്തിക ശുദ്ധിയില്ലായ്മയിൽ നിന്നും വന്നു ചേരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നല്ലാഹ അസ്സ വജല്ല ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ. അല്ലാഹു ത്വയ്യിബാണ്, അവൻ ത്വയ്യിബ് മാത്രമേ പടപ്പുകളിൽ നിന്ന് സ്വീകരിക്കൂ. വ ഇന്നല്ലാഹ തആല അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളോട് കൽപ്പിച്ച ഒരു കാര്യം അതേ രൂപത്തിൽ തന്നെ മുഅ്മിനീങ്ങളോടെല്ലാം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളോട് കൽപ്പിച്ച ഒരു കൽപ്പനയാണ്, യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാത്ത്. ഓ മുർസലീങ്ങളെ, നിങ്ങൾ ത്വയ്യിബാത്തുകളിൽ നിന്നും മാത്രം കഴിക്കുക. വഅ്മലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, ത്വയ്യിബാത്തിൽ നിന്ന് മാത്രം കഴിക്കുക എന്ന് മുർസലീങ്ങളോട് പറഞ്ഞു. ആ മുർസലീങ്ങളോട് പറഞ്ഞ അതേ കാര്യം മുഅ്മിനീങ്ങളെ വിളിച്ച് മറ്റൊരായത്തിൽ, ഇത് സൂറത്തുൽ മുഅ്മിനൂനിലാണ്, മറ്റൊരായത്തിൽ സൂറത്തുൽ ബഖറ 172, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. ആദ്യം പറഞ്ഞത് ആരോടുള്ള കൽപ്പനയാണ്? മുർസലീങ്ങളോടുള്ള കൽപ്പന. അപ്പോൾ ആ കൽപ്പനക്കൊരു ഗൗരവമുണ്ടെന്ന് അറിയിക്കാനാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞത്. മുർസലീങ്ങളോട് കൽപ്പിച്ച അതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളോടെല്ലാം കൽപ്പിച്ച ഒന്നാണ് കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. നിങ്ങൾക്കു നൽകിയതിൽ ത്വയ്യിബാത്ത് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ എന്ന്. അപ്പോൾ ഹലാലു മാത്രം കഴിക്കണം, ശുബ്ഹകളും ഹറാമുകളും ഒഴിവാക്കണമെന്നറിയിക്കുന്ന വാചകമാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ ദക്കറ റജുല, ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നു, യുത്വീലു സഫർ, അവൻ ദീർഘയാത്ര നടത്തുന്നു. ദീർഘയാത്ര എന്ന് പറഞ്ഞാൽ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒക്കെ ശറഹ് മുസ്ലിമിലൊക്കെ പറഞ്ഞത് കാണാം, ഐ ഫിൽ ഹജ്ജി വസിയാറത്തി വനഹ്വിഹിമാ, ഹജ്ജ് യാത്ര നടത്തുന്നു, ഉംറ യാത്ര നടത്തുന്നു, മറ്റു സിയാറത്ത് യാത്രകൾ നടത്തുന്നു. അഷ്അസ അഗ്ബറ, മുടി ചടകുത്തി പൊടി പുരണ്ട് അങ്ങനെ ഇബാദത്തുകൾക്ക് വേണ്ടിയുള്ള യാത്ര നടത്തുന്നു. യമുദ്ദു യദൈഹി ഇലസ്സമാ, അങ്ങനെ അവനവൻ്റെ ഇരുകരങ്ങളും പ്രാർത്ഥിക്കാൻ അല്ലാഹുവിലേക്ക് ഉയർത്തുന്നു. എന്നിട്ട് അവൻ പറയുന്നു, യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന കാര്യം എനിക്ക് നടപ്പിലാക്കി തരണമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ വമത്അമുഹു ഹറാം, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതുവരെ കഴിച്ച അവൻ്റെ ഭക്ഷണം അത് ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവനുപയോഗിക്കുന്ന പാനീയം അത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അവനുപയോഗിക്കുന്ന വസ്ത്രം അത് ഹറാമാണ്. വഗുദ്ദിയ ബിൽ ഹറാം, അങ്ങനെ ഹറാമിലായി അവനെ ഊട്ടി വളർത്തപ്പെട്ടിരിക്കുകയാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെ എവിടെന്ന് ഉത്തരം കിട്ടും ഈ മനുഷ്യന് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് ആ ഹദീസിൻ്റെ പാഠം? നാം കഴിക്കുന്ന ഭക്ഷണവും നാം കുടിക്കുന്ന പാനീയവും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുമെല്ലാം ഹറാമിൽ നിന്നും മുക്തമായിട്ടില്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള ഉത്തമ യാത്രകളാണ് ഹജ്ജ് യാത്രകളും ഉംറ യാത്രകളും സിയാറത്ത് യാത്രകളെല്ലാം. ആ യാത്രകൾ നടത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ വരുന്നു എന്ന് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ ബൈഇലും അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മത പാലിക്കണം, അഥവാ ഹറാമുകളും ഒഴിവാക്കണം, ശുബ്ഹകളും ഒഴിവാക്കണം എന്ന് പ്രത്യേകം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ ഒരു ഫസ്ല് തന്നെ കൊടുത്ത കാണാം. ഫസ്ലുൻ
ഫിൽ വറഇ ഫിൽ ബൈഇ വഗൈരിഹി വജ്തിനാബി ശുബ്ഹാത്ത്. അപ്പോൾ കേവലം ഹറാമുകൾ മാത്രമല്ല ധനസമ്പാദന മാർഗത്തിലും അനുബന്ധ കാര്യങ്ങളിലും പാലിക്കേണ്ടത്. എന്തുകൂടെ ഒഴിവാക്കണം? ശുബ്ഹകൾ കൂടെ ഒഴിവാക്കണം. ഇത് എൻ്റെ കയ്യിലുള്ള ഈ ശറഹുൽ മുഹദ്ദബിൻ്റെ പേജ് 9-ാം വാള്യം 149. ഇത് പഴയ നുസ്ഖയാണ്. ശറഹുൽ മുഹദ്ദബ് എന്ന് പറഞ്ഞാൽ, മുഹദ്ദബ് എന്നത് അബൂ ഇസ്ഹാഖ് ഷിറാസി തങ്ങളുടെ ഒരു ഗ്രന്ഥമാണ് മുഹദ്ദബ്. ആ മുഹദ്ദബ് ഫിഖ്ഹിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഗ്രന്ഥമാണ്. അതിന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ശറഹ് ചെയ്തു. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളുടെ ആ ശറഹ് മുഹദ്ദബിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടില്ല. റിബയുടെ അധ്യായം വരെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ആർക്ക് ശറഹ് ചെയ്തിട്ടുള്ളൂ? മുഹദ്ദബിന് ശറഹ് ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും അവസാന ഗ്രന്ഥമാണ് ശറഹുൽ മുഹദ്ദബ് എന്നല്ല. ചിലപ്പോൾ അങ്ങനെ തിരിച്ചു പോകും. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ഈ മുഹദ്ദബിന് ശറഹ് എഴുതി റിബയുടെ അധ്യായം എത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്ന് മനസ്സിലാക്കരുത് എന്നർത്ഥം. ഒരേ സമയത്തു തന്നെ വിവിധങ്ങളായ രചനകളിൽ ഏർപ്പെടാം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും അവസാനത്തെ രചനയായി ബഹുമാനപ്പെട്ട ഇമാമുകൾ പരിചയപ്പെടുത്തുന്നത് ആരെയാണ്? തഹ്ഖീഖ് എന്ന കിതാബിനെയാണ്. അതും ഫിഖ്ഹിൻ്റെ അവസാന ഭാഗം വരെ ഇല്ല. ഇവിടെ നല്ല നുസ്ഖത്തിന് കിട്ടും. സ്വലാത്തുൽ മുസാഫിർ വരെ ആ തഹ്ഖീഖ് എന്ന കിതാബുമുള്ളൂ. അപ്പം ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ റളിയല്ലാഹു അൻഹു ഈ മുഹദ്ദബിന് ശറഹ് എഴുതി റിബയുടെ അധ്യായത്തോടുകൂടെ അത് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശറഹുൽ മുഹദ്ദബ് എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്ന കിതാബ് ചിലപ്പോൾ നമ്മൾ ധരിച്ചു പോകും. മുഹദ്ദബിൻ്റെ അവസാന ഭാഗം വരെ ശറഹുണ്ട്. പക്ഷെ ആ ശറഹെല്ലാം ആരുടേതല്ല? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റേതല്ല. റിബയുടെ അധ്യായം കഴിഞ്ഞ് പിന്നെ ഒരു 3 വാള്യം ബഹുമാനപ്പെട്ട ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹു ശറഹ് ചെയ്തിട്ടുണ്ട്. താജുദ്ദീൻ സുബ്ക്കി അല്ല, തഖിയുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു. താജുദ്ദീൻ സുബ്ക്കി തങ്ങളുടെ ഉപ്പയാകുന്ന തഖിയുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു അതിന് ശറഹ് ചെയ്തിട്ടുണ്ട്. ആ ശറഹ് എഴുതുന്നതിൻ്റെ പിന്നിലെയും ബഹുമാനപ്പെട്ടവരുടെയൊക്കെ താല്പര്യം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവുമായി ഒരാത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക. ബഹുമാനപ്പെട്ടവർ പരിശ്രമിച്ചു തുടങ്ങിവെച്ച ഒരു ദൗത്യത്തിന് തന്നാൽ കഴിയുന്ന പൂർത്തീകരണം നടത്തുമ്പോൾ അത് ബഹുമാനപ്പെട്ടവരുടെ റിളയും അവിടുത്തെ മഹബത്തും കിട്ടാൻ കാരണമാകുമെന്ന നിലയിലായിരിക്കും ബഹുമാനപ്പെട്ടവർ ആ രചന തുടങ്ങിയത്. സത്യത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹു, തഖീയുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു ഇമാം നവവി തങ്ങളെ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവരെ കാണാൻ ആര് പോയിരുന്നു? ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബ്ക്കി. അങ്ങനെ അവിടെ എത്തുന്നതിൻ്റെ മുമ്പായി ആര് വഫാത്തായി? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്തായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ദർസു നടത്തിയ ആ സ്ഥലത്ത് പോയി തൻ്റെ മുഖം ഉരക്കുകയും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് തൻ്റെ മുഖം അവിടെ ഉരച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടിയ ഒരു പാട്ടുണ്ട്. വഫീ ദാരിൽ ഹദീസി ലത്വീഫു മഅനൻ അലാ ബുസുത്തിൽ ലഹാ അസ്ബു വആവി ലഅല്ലി അൻ അനാല ബിഹുർരി വജ്ഹി മകാനൻ മസ്സഹു ഖദമുൻ നവാവി. വഫീ ദാരിൽ ഹദീസ്, ദാറുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുന്ന ആ സ്ഥാപനം, അവിടെയുണ്ട് ലത്വീഫു മഅനൻ, കാണാൻ പറ്റാത്ത ഒരു അദൃശ്യമായ ഒരു മാന അവിടെയുണ്ട്. അലാ ബുസുത്തിൻ, ബഹുമാനപ്പെട്ടവർ ഉപയോഗിച്ച വിരിപ്പിലും പരിസരത്തുമെല്ലാം. എന്നിട്ട് ആ വിരിപ്പുകളിൽ ബഹുമാനപ്പെട്ടവർ പോയി തൻ്റെ മുഖമുരക്കുന്നു. എന്തിന്? ലഅല്ലി അൻ അനാല ബിഹുർരി വജ്ഹി, എൻ്റെ സ്വതന്ത്രമായ മുഖം എന്ന് പറഞ്ഞാൽ മറയില്ലാത്ത വസ്ത്രമില്ലാത്ത എൻ്റെ മുഖം അത് അത് സ്പർശിക്കട്ടെ. മകാനൻ, ഒരിടത്തിൽ, മസ്സഹു ഖദമുൻ നവാവി, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ പാദസ്പർശനമേറ്റ ഒരിടത്തിൽ എൻ്റെ മുഖം സ്പർശിച്ചുകൊണ്ട് എനിക്ക് ബറക്കത്ത് ലഭിക്കട്ടെ എന്നോർത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചെയ്തിരുന്നു. അങ്ങനെ ആ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഹദ്ദബ് എന്ന ശറഹുൽ മുഹദ്ദബ് എന്ന കിതാബിന് ബഹുമാനപ്പെട്ടവർ തുടങ്ങിവെച്ച ആ ശറഹിൻ്റെ ഒരല്പഭാഗം തഖിയുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു എഴുതി. അതിനുശേഷം അവലംബയോഗ്യമല്ലാത്തവരും അതിൽ കൈവച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനു ശേഷമുള്ള ഭാഗങ്ങൾ
നമ്മൾ എടുത്തുദ്ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല ചിലപ്പോൾ ശറഹുൽ മുഹദ്ദബിൻ്റെ അതിൻ്റെ അവസാന ഭാഗത്ത് കാണാം ഖാലൻ നബവിയു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കാണാം. അതെങ്ങനെയാണ്? ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഖാലൻ നബവിയു എന്ന് പറഞ്ഞിട്ട് ശറഹ് പറയുന്നവർ ഓറന്നല്ലേ? പക്ഷെ അതല്ല. അപ്പം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇതുപോലെയുള്ള ഇബാറത്തുകളെ മറ്റു കിതാബുകളിൽ വ്യാഖ്യാനിച്ച ആ ഉദ്ധരണികൾ എടുത്തു വെച്ചുകൊണ്ട് മറ്റുള്ളവർ വ്യാഖ്യാനക്കുറിപ്പ് എഴുതുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ശറഹുൽ മുഹദ്ദബിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ എഴുതിയ അവസാന ജുസ്, അതാണ് ഈ 9-ാം ജുസ് എന്ന് പറയുന്നത്. അതിൽ ബഹുമാനപ്പെട്ടവർ ഒരു ഫസ്ല് തന്നെ കൊണ്ടുവരുന്നു. ഫസ്ലുൻ ഫിൽ വറഇ ഫിൽ ബൈഇ വഗൈരിഹി. ബൈഇലും അതുപോലെ മറ്റു കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കണം. വജിത്തിനാബി ശുബ്ഹാത്ത്. എങ്ങനെയെങ്കിലും ഹറാമല്ല എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കിട്ടിയാൽ ചെയ്യാം എന്ന വിലയല്ല വേണ്ടത്. ഹറാമാണെന്ന് ആർക്കെങ്കിലും അതിൽ വീക്ഷണമുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതാണ് ശുബ്ഹയിൽ നിന്നും വിട്ടു നിൽക്കുക എന്ന് പറയുന്നത്. ആ ശുബ്ഹകൾ വജിത്തിനാബി ശുബ്ഹാത്ത്, ശുബ്ഹാത്തുകളും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കുറച്ച് ആയത്തും കുറച്ച് ഹദീസുകളും കൊണ്ടുവരുന്നു. ഖാല അല്ലാഹു തആല വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളത് ലളിതമാണെന്ന് ധരിക്കും, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ വഹുവ ഇൻദല്ലാഹി അദീം, വലിയ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന കർമ്മമായിരിക്കും അത്. അതുപോലെ വഖാല തആല ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും കാണും വിധമാണ് അല്ലാഹു തആല നിങ്ങളെ നിരീക്ഷിക്കുന്നത്. ഇതിനു ശേഷം ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരുന്ന ഒരു ഹദീസ് വഅൻ നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹുമാ ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമാ ശുബ്ഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് فمن اتقى الشبهات استبرأ لدينه وعرضه ومن وقع في الشبهات وقع في الحرام كالراعي يرعى حول الحمى يوشك أن يرتع فيه ألا وإن لكل ملك حما ألا وإن حمى الله محارمه ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അവിടെ കൊണ്ടുവരുന്നു. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഹദീസുകൾ എന്ന പേരിൽ ചില ഹദീസുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാകെ 3 ഹദീസുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ. ഒന്ന് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, മറ്റൊന്ന് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി, തനിക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ സൗന്ദര്യമെന്നറിയിക്കുന്ന ഹദീസ്. മൂന്നാമതായി ഇസ്ലാമിൻ്റെ എല്ലാ അഹ്കാമുകളുടെയും മദാറായിട്ട് കിടക്കുന്ന ഹദീസുകളിൽ മൂന്നാമതായി എണ്ണിയത് ഏതാണ്? ഈ പറഞ്ഞ ഹദീസാണ്. ഇനി വേറെ ചിലർ അങ്ങനെ അൽ അഹാദീസുല്ലത്തി അലൈഹ മദാറുൽ ഇസ്ലാം എന്ന പേരിൽ 4 ഹദീസുകൾ എണ്ണിയിട്ടുണ്ട്. ആ 4 ഹദീസുകൾ എണ്ണിയാലും ഈ 3 പിന്നെ അതിനു പുറമെ ലായു എന്താ നിങ്ങളുടെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് താൻ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ മുഅ്മിനാവൂല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഹദീസിൽ എന്താണ് പറയുന്നത്? അൽ ഹലാലു ബയ്യിനുൻ, വ്യക്തമായ ഹലാലുകളുണ്ട്. ഹലാലാണ് എന്ന് വ്യക്തമായ കാര്യങ്ങളുണ്ട്, അങ്ങനെയാണ് അതിനർത്ഥം. വൽ ഹറാമു ബയ്യിനുൻ, ഹറാമാണ് എന്ന് വ്യക്തമായ കാര്യങ്ങളുണ്ട്. വ്യഭിചാരം അത് ഹറാമാണ്, ഭക്ഷണത്തിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും. പിന്നെയോ വബൈനഹുമാ ശുബ്ഹാത്തുൻ, വ്യക്തമായി ഹറാമാണെന്നോ ഹലാലാണെന്നോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മുജ്തഹിദുകൾ ഗവേഷണം ചെയ്ത് ഹലാലിലേക്കോ ഹറാമിലേക്കോ, വ്യക്തമായ ഹലാലിൻ്റെ കൂട്ടത്തിലോ വ്യക്തമായ ഹറാമിൻ്റെ കൂട്ടത്തിലോ ഹുക്കുമിൽ ചേർത്തു. അങ്ങനെ ചേർത്തുമ്പോൾ തന്നെ അത്തരം ശുഭയുള്ള കാര്യങ്ങൾ ഒരു മുജ്തഹിദിൻ്റെ ഗവേഷണത്തിലൂടെ ഹലാലിലേക്കു ചേർന്നാൽ തന്നെ
ഹറാമാവാനുള്ള ഒരു സാധ്യത അവിടെയും നിലനിൽക്കുന്നില്ലേ? അപ്പോൾ അതിനെ ഒഴിവാക്കൽ എന്തായി മാറും? ശുബ്ഹയെ ഒഴിവാക്കുക എന്ന ഗണത്തിൽ വരും. അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞത് ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. വ്യക്തമായ ഹലാലുകളും വ്യക്തമായ ഹറാമുകളും എല്ലാവർക്കും അറിയാം. ഗവേഷണം ചെയ്ത് ഹലാലിലേക്കോ ഹറാമിലേക്കോ കൂട്ടിച്ചേർക്കേണ്ട വിഷയമാകുമ്പോൾ മുജ്തഹിദുകൾക്കേ അത് അറിയാൻ കഴിയൂ. അതുകൊണ്ടാണ് ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അധിക ജനങ്ങൾക്കും അതറിയില്ല. എന്നിട്ട് ഫമനിത്തഖ ശുബ്ഹാത്തി, അത്തരം ശുബ്ഹകളെ ആരെങ്കിലും ഒഴിവാക്കിയാൽ ഇസ്തബ്റഅ ലിദീനിഹി വ ഇർദിഹി. ഇസ്തബ്റഅ ലിദീനിഹി എന്ന് പറഞ്ഞാൽ അതിന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അർത്ഥം കൊടുക്കുന്നത് ഐ ഹസ്വല ലഹുൽ ബറാഅതു ലിദീനിഹി, അവൻ്റെ ദീനിന് ഒരു സുരക്ഷിതത്വം അതിനാൽ അവൻ വന്നു ചേരും. ഹസ്വല ലഹുൽ ബറാഅതു ലിദീനിഹി മിനദ്ദമ്മി ശർഈ, അവൻ്റെ ജീവിതത്തിൽ ശർഈയായ ഒരു ആക്ഷേപമില്ലാത്ത ഒരവസ്ഥ ഇതിനാൽ അവൻ വന്നു ചേരും. വസ്വാന ഇർലഹു അൻ കലാമിൻ നാസി ഫീഹി, ജനങ്ങൾ അവൻ്റെ മാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥ വരാതെ അവൻ ജനങ്ങളുടെ അടുക്കലും അള്ളാഹുവിൻ്റെ അടുക്കലും പരിശുദ്ധനായി മാറും എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ റളിയല്ലാഹു അൻഹു ശറഹു മുസ്ലിമിൽ വിവരിക്കുന്നു. ഇവിടെയല്ല, ശറഹു മുസ്ലിം. ഈ ശറഹു മുസ്ലിമിലും എവിടെയാണത് പറയുന്നത്? അവിടെയും ബാബു അഖദിൽ ഹലാലി വ തർക്കി ശുബ്ഹാത്ത്, ഹലാലുകൾ ഉപയോഗിക്കണം, ശുബ്ഹകൾ ഒഴിവാക്കണം എന്ന ഒരു ബാബിൽ ബഹുമാനപ്പെട്ടവർ ഈ ഹദീസ് കൊണ്ടുവരുന്നു. അങ്ങനെ ഹദീസ് ആര് കൊണ്ടോ? മുസ്ലിം റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതാണ്. ആ ഹദീസിനെ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങൾ സവിസ്തരം ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഹദീസിൻ്റെ ഇത്ര വലിയ മഹത്വം? അതിന് കാരണവും ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഖാലൽ ഉലമാഉ വസബബു ഇളമി മൗഖഇഹി, ഈ ഹദീസിന് ഇത്രമാത്രം സ്ഥാനം ലഭിക്കാനുള്ള കാരണം അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബ്ബഹ ഫീഹി, ഈ ഹദീസിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുന്നു അലാ ഇസ്ലാഹിൽ മത്അം, താൻ കഴിക്കുന്ന ഭക്ഷണം, വൽ മശറബ്, താൻ ഉപയോഗിക്കുന്ന പാനീയങ്ങൾ അത് നന്നായിരിക്കണം, ഹറാം അല്ലാത്ത ശുബ്ഹയല്ലാത്ത പച്ച ഹലാലായിരിക്കണം. വൽ മൽബസി വഗൈരിഹ, താൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും താൻ ഉപയോഗിക്കുന്ന മറ്റെന്തെല്ലാം വസ്തുക്കളുണ്ടോ, വാഹനമായാലും പേനയായാലും എന്തു വസ്തുക്കളായാലും അതൊക്കെയും ഇസ്ലാഹ് ശുബ്ഹയല്ലാത്ത ഹറാമല്ലാത്തതാവണം എന്ന ഒരു ഉണർത്തൽ ഈ ഹദീസിലുണ്ട് എന്ന കാരണത്താൽ, അതുമാത്രമല്ല ആ കാരണത്താലാണ് ഈ ഹദീസിന് ഇത്രമാത്രം സ്ഥാനം വന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരിക്കും. ഇനി ആ ഹദീസിൻ്റെ ആ ഫസ്ലിൽ തന്നെ അത്തരം ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശുബ്ഹ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകത്തുക നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അതൊഴിവാക്കുക. നമുക്കും ഇത് ഹറാമാണ് എന്ന് പച്ചയായി അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, അനുവദനീയമാണ്, ഒരു കുഴപ്പമില്ലാന്ന് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. വേറെ ചില കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് നമ്മൾ മറ്റൊരാളോട് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് നമുക്ക് ഉറപ്പില്ല. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് സത്യത്തിൽ എന്ത്? ശുബ്ഹ ഒഴിവാക്കുക. അത് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജദ തംറത്തൻ ഫിൽ ബരിയ, ഒരു വഴിയിൽ ഒരു കാരക്ക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഫഖാല, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ ലുഖ്തയാണ്. ഒരു കാരക്ക എന്നെല്ലാം പറയുമ്പം വളരെ കൂടുതൽ പരസ്യം ചെയ്യാതെ തന്നെ അവനെ തമല്ലത്തു എന്ന് പറഞ്ഞ് മിൽക്കാക്കിയിട്ട് കഴിക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൗലാ അന്നി അഖാഫു അൻ തകൂന മിനസ് സദഖ, ഇത് സകാത്തിൻ്റെ സ്വത്താണ് എന്ന് എനിക്ക് ഭയമില്ലെങ്കിൽ ലഅകൽതുഹ, ഞാനിത് ഭക്ഷിക്കുമായിരുന്നു. അപ്പോൾ സക്കാത്ത് ആർക്ക് പറ്റില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റില്ല. ലുഖ്ത എന്ന ഹൈഫിയത്തിൽ ഇത് എടുക്കാൻ വകുപ്പുണ്ട്. പക്ഷേ ലുഖ്തയാണെങ്കിലും ഇത് സക്കാത്തിൻ്റെ ഒരു തമ്രാണെങ്കിൽ അത് എത്ര വിദൂരമായ സാധ്യതയാണത്. ആ സാധ്യത വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലഅകൽതുഹ, അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഞാനത് ഭക്ഷിക്കുമായിരുന്നു. അതുപോലെ
ബഹുമാനപ്പെട്ടവർ ശേഷം തുടർന്ന് സംസാരിക്കുന്നു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, ആകെ സൽസ്വഭാവമാണ് ഗുണം. വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക, കുറ്റം എന്ന് പറഞ്ഞത് മാ ഹാക ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ അതിനെക്കുറിച്ച് സംശയം തോന്നുന്നു. വകരിഹിത്ത അൻ യത്ലിഅ അലൈഹി നാസ്, അത് നീ ഉപയോഗിക്കുന്നത് ജനങ്ങൾ കാണുന്നത് നിനക്ക് അനിഷ്ടകരമാകുന്നു. ഇതാരും അറിയരുത് എന്താക്കുന്നുണ്ട്, നീ വിചാരിക്കുന്നുണ്ട്, എന്നാൽ അത് ഒഴിവാക്കുക. അതാണ് ബിർറ്. ബിർറ് എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖ്. വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക വകരിഹത്ത, അപ്പം അത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് എത്താൻ അത് വഴിവെക്കുമെന്നർത്ഥം. പക്ഷെ നിങ്ങൾ അങ്ങനെ തുറന്നു നോക്കിയാൽ മതി. അവിടെ ഒരു സംഭവം പറയുന്നുണ്ട്. ഉഖ്ബത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അന്നഹു തസവ്വജ ഇംറഅതൻ, അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ വേറൊരു പെണ്ണ് വന്നിട്ട് ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നി ഖദ് അർളഅതു ഉഖ്ബ വല്ലത്തി തസവ്വജ ബിഹാ, ഞാൻ ഉഖ്ബക്കും ഉഖ്ബ ഇപ്പം കെട്ടിയ പെണ്ണുണ്ടല്ല ആ പെണ്ണിന് ഞാൻ എന്താക്കിയിട്ടുണ്ട്, മുല കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പം ഇവർ ആരായി മാറി? മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിമാരായി. അങ്ങനെയാണെങ്കിൽ നിക്കാഹ് ചെയ്യാൻ പാടില്ല. പക്ഷെ അതൊരു പെണ്ണ് വന്നു പറഞ്ഞതാണ്. അങ്ങനെ ഫഖാല ലഹ, ആ സമയത്ത് ഉഖ്ബത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅലമു അന്നകി അർളഅതിനി, നിങ്ങളങ്ങനെ പാല് തന്ന കഥയൊന്നും ഞമ്മക്ക് ഓർമ്മയില്ല. വലാ അഖ്ബർതിനി, ഇതുവരെ അങ്ങനെ ഒരു വിവരവും ആരോട് പറഞ്ഞിട്ടുമില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇതെപ്പം തന്നതാണ്? 2 വയസ്സിൻ്റെ മുമ്പ് കൊടുത്ത പാലായിരിക്കണ്ടേ? അപ്പം ഇതുവരെ അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല, എന്നാലും പറഞ്ഞില്ലേ, അപ്പം എന്താ കഥ? അതുകൊണ്ട് നിക്കാഹ് ബന്ധം വേർപെടുമൊന്നുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിൽ ശങ്ക വന്നതുകൊണ്ട് ഫറകിബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീന, മദീനയിലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അങ്ങോട്ടേക്ക് ചെന്നു. ഫസഅലഹു, അങ്ങനെ ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് ആര് പറഞ്ഞു? ഉഖ്ബത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൈഫ വഖദ് ഖീൽ, ഇനി എങ്ങനെ ഈ ബന്ധം തുടരും? വഖദ് ഖീൽ, അങ്ങനെ ആരോ ഒന്നും പറഞ്ഞില്ലേ? അങ്ങനെ ഫഫാറഖഹ ഉഖ്ബ, ഉഖ്ബത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിന് വിവാഹമോചനം നടത്തി. വനകഹത്ത് സൗജൻ ഗൈറഹു, ആ പെണ്ണ് മറ്റൊരു ഭർത്താവിന് വിവാഹിതയായി. ഒരു വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ഇത് പറയുന്നില്ല ഏതായാലും. അപ്പം എന്താ, നമ്മളിപ്പോൾ ഇങ്ങനെ എത്ര മത്തിനിൽ പറ്റൂല എന്ന് കണ്ടാലും ആരോ പറഞ്ഞാൽ ഏതെങ്കിലും ബക്കത്ത് എന്തുണ്ടോ അത് പറ്റുന്ന ആരെങ്കിലും പറഞ്ഞു. ആരോ തമാശക്ക് പറഞ്ഞു, പണ്ട് മദ്ഹബിലെ പ്രബലം തന്നെ അനുസരിച്ച് ജീവിക്കാറുണ്ട്. പിന്നത് മാറി മദ്ഹബിലെ തഖ്ലീദിന് പറ്റുന്ന കൗലുകളോ വജുഹുകളോ ഉണ്ടാവുക. അവിടുന്ന് വിട്ട് അതിന് പറ്റാത്ത ഒരു സഹീഹിൻ്റെ മുക്കാബിലയോ അങ്ങനെ ഒരു ഫാസിദായ കൗല് അങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. അപ്പം അതുമല്ല, അവിടുന്ന് വിട്ടിട്ട് ഇപ്പം മറ്റു മദ്ഹബിലെ ഇങ്ങനത്തെ ഒരു കൗലെങ്കിലും ഉണ്ടോ? ഇനി വേണമെങ്കിൽ അവിടുന്ന് വിട്ടിട്ട് 4 മദ്ഹബും അല്ല, ഏതെങ്കിലും ജീവിച്ച ഒരു മുജിത്തഹിദിന് ഏതെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്നാൽ അത് മതി. അപ്പം അത് നമ്മൾ ചിന്തിക്കണത്. എൻ്റെ നഫ്സിനോടാണ് ഞാൻ പറയുന്നത്. അതാ ദഅമായരീബുക ഇലാ മാലാ യരീബു, അങ്ങനെ തുടർന്നിട്ട് ബാക്കി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. മറ്റൊരു ഹദീസ് അതാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വായിക്കുന്നത് വായിച്ചു നോക്കാൻ തന്നെ വായിക്കൂല. അതാ, ലാ യബ്ലുഗുൽ അബ്ദു അയ്യകൂന മിനൽ മുത്തഖീൻ, ഒരു അബ്ദ് മുത്തഖീങ്ങളിൽ പെടൂല ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി, ഓൻ്റെ ദൃഷ്ടിയിൽ ഇപ്പം പ്രയാസമൊന്നും കാണുന്നില്ല, കുറ്റമൊന്നും കിട്ടൂല. എന്നാൽ കാണാത്തല്ലേ ഉള്ളൂ, കുറ്റമൊന്നും കിട്ടൂല. അവൻ മാലാബ് ഇസബിഹിയായ കാര്യം ഒഴിവാക്കുന്നത് വരെ അവൻ മുത്തഖീങ്ങളിൽ പെടൂല. ഹദറൽ ലിമാ ബിഹിൽ ബഅസ്, ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം മാലാബഅസാണ്, പക്ഷെ അത് ചെയ്യുന്നത് കാരണം അവൻ എന്തിലേക്ക് എത്തും? മാബിഹിൽ ബഅസ്, പ്രയാസമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പം അത് ഭയന്നുകൊണ്ട് എന്ത്, അപ്പം ഹറാമിലേക്ക് എത്തിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുന്നത് വരെ ഒരാൾ മുത്തഖീങ്ങളിൽ പെടില്ല.
അപ്പം ഇത് ബൈഇൻ്റെ ബാബിൽ പറയാനൊരു പ്രത്യേക കാരണം ഉണ്ടാവും. കാരണം എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്, പൈസ ഉണ്ടാക്കി ചീലുള്ളവരുടെ ലക്ഷ്യം. ഹലാലെല്ലാം പിന്നാക്കാം, വകുപ്പെല്ലാം പിന്നെ കണ്ടെത്താം, പൈസ ഉണ്ടാക്കുക. ഇതെല്ലായിടത്തും പറവ് വേണ്ടതല്ലേ. കാരണം അൽ ഫസ്ലുൻ ഫിൽ വറഇ ഫിൽ ബൈഇ വഗൈരിഹി എന്നല്ലേ. അപ്പം കച്ചവടം ധനസമ്പാദനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണല്ലോ ഇപ്പം അത്. ആ കച്ചവടം സത്യസന്ധരായ കച്ചവടക്കാരാണെങ്കിൽ അവർ അമ്പിയാക്കളോടൊപ്പമാണ് എന്നെല്ലാം അറിയിക്കുന്ന ഹദീസുകളുണ്ട്. പക്ഷെ അതിനൊരു മറുഭാഗമുണ്ട്. സത്യസന്ധത ഇല്ലെങ്കിൽ അത് വളരെ മോശമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അബൂദർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു അവരോട് മിണ്ടൂല എന്ന് പറഞ്ഞാൽ, വലാ യൻദുറു ഇലൈഹിം, കരുണയുടെ നോട്ടം അല്ലാഹു തആല നോക്കൂല, അല്ലാഹു തആല പരിഗണിക്കാത്ത ഒരു വിഭാഗം, വലാ യുസക്കീഹിം, അവരുടെ കർമ്മങ്ങൾക്ക് തസ്കിയത്ത് കൊടുക്കാത്ത ഒരു വിഭാഗം, വലഹും അദാബുൻ അലീം, നാന്നും കിട്ടൂലെങ്കിൽ നോക്കണ്ട, നമ്മളൊന്നും ഇടങ്ങാറാക്കാണ്ടിരുന്നാൽ മതി, അതല്ല, വലഹും അദാബുൻ അലീം, കഠിനമായ ശിക്ഷയുമുള്ള 3 വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഫഖറഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ ആവർത്തിച്ചു പറഞ്ഞു. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ എന്നിങ്ങനെ. അതുമാത്രമല്ല അതിൻ്റെ അവസാനം വരെ. അപ്പം കാല അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാബു വ ഖസിറു, ആ 3 വിഭാഗം അത് വളരെ പരാജയം തന്നെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചാണ് അവരെ കുറിച്ച് പറഞ്ഞത്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്. എന്നിട്ട് അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ആ വിഭാഗം? ഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 1 അൽ മുസ്ബിലു, ഞെരിയാണിയുടെ താഴ്ഭാഗത്തേക്ക് ഖുയല, അഹങ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് വസ്ത്രം താഴ്ത്തിയിടുന്ന ഒരാൾ. മറ്റൊന്ന് വൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് ദാനധർമ്മങ്ങൾ വാങ്ങിയവരെ പ്രയാസപ്പെടുത്തുന്നവർ, അൽ മന്നാൻ. ഇന്നെല്ലാം പുതിയ ഈ യുഗത്തിലെ അതിനെല്ലാം ഒരുപാട് മുഖങ്ങളുണ്ട്. സദക്കകൾ വാങ്ങണമെന്നും അതറിയുന്നതിൽ ഒരു പ്രയാസവും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു ടീമുണ്ടാവും. പക്ഷെ ഒരു വിഭാഗം അങ്ങനെയല്ല, മാന്യമായി ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ വളരെ പ്രയാസം, അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ആരോടെങ്കിലും ഇഷ്ടക്കാരോട് ചിലപ്പോൾ ഒരു വിഷയം പറഞ്ഞതായിരിക്കും. അവരെന്താ വിചാരിക്കുന്നത്, ഇവൻ മാത്രം അറിഞ്ഞിട്ട് അതിനൊരു പരിഹാരം കാണണമെന്നായിരിക്കും. നമ്മളത് ഓൻ്റെ ഫോട്ടോ അടക്കം ഗ്രൂപ്പിൽ ഇങ്ങോട്ട് ഇത് അയ്യാൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നെല്ലാം കൂടെ ആയി. എന്നിട്ടൊരു സദസ്സന്നെ സംഘടിപ്പിച്ചിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ കൊടുക്കുന്നത് ചിലപ്പം 10,000-2,000 റുപ്യേൻ്റെ സാധനമായിരിക്കും. ഇത് ഇവൻ്റെ കുടുംബക്കാരടക്കം കാണും. എനിക്ക് ആടുന്ന് കിട്ടിയില്ല, മറ്റേടുന്ന് കിട്ടിയില്ല, കിട്ടിയ 2,000ൻ്റെ സാധനമായിരിക്കും. പക്ഷെ അതെല്ലാം എടുത്ത് നോക്കി ഇവൻ്റെ മനസ്സിലെത്ര. അപ്പം ചിലപ്പോൾ തോന്നിപ്പോകും, കിട്ടണ്ടായിരുന്നു. നമുക്കും ഉണ്ടാവില്ല ആരെങ്കിലും തരുന്ന സദക്ക എല്ലാവരും അറിയണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകാൻ, ആരും അറിയണ്ടാകും, ആരും അറിയണ്ടെന്നല്ല ആഗ്രഹമുണ്ട. ഈ അടുത്തൊരു പത്രവാർത്ത വന്നില്ല, ഈ പാവപ്പെട്ട കുട്ടികൾക്കെല്ലാം ബാഗും അതേപോലെ നോട്ട് ബുക്കെല്ലാം വാങ്ങി കൊടുക്കലുണ്ടല്ലോ, അത് മറ്റു കുട്ടികളുടെ അടുക്കിൽ നിന്ന് പരസ്യമായിട്ട് കൊടുക്കാൻ പറ്റൂല. അങ്ങനെയാ അത് ആ കുട്ടികളുടെ മാനസിക പിരിമുറുക്കത്തിന് കാരണമാവും. നിർത്തണം.
الصلاة القائمة بآت محمد الوسيلة والفضيلة والدرجة الرفيعة وبعث وارزقنا شفاعته. بسم الله الرحمن الرحيم. അപ്പൊ ആ മൂന്ന് വിഭാഗത്തിൽ മൂന്നാമതായി എണ്ണുന്നത് വൽ മുൻഫിഖു സിൽഅതഹു, തൻ്റെ ചരക്ക് ചെലവഴിക്കുന്നു ബിൽ ഹൽഫിൽ കാദിബ്, കള്ളസത്യം പറഞ്ഞുകൊണ്ട് ഇതായത് മറ്റേ കമ്പനിയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള പറഞ്ഞിട്ടുള്ള കാദിബായ സത്യം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ചരക്ക് ചെലവഴിക്കുന്ന ആൾ. ഇന്നലെ ചിലപ്പോൾ സെയിൽസ്മാനെല്ലാം എടുക്കുന്നതിലെ ഓൻ്റെ പ്രഥമമായ പരിഗണനയിലേക്ക് ആളെ പറഞ്ഞ് എങ്ങനെ വീഴ്ത്താൻ എത്രമാത്രം എനിക്ക് ശേഷിയുണ്ട് അതാണ്. അതിൽ കച്ചവടത്തിൽ പറയുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചു നോക്കിയാൽ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താത്ത ചതി വരാത്ത കച്ചവടം നടന്നു കിട്ടണമെങ്കിൽ നമ്മൾ മറുഭാഗത്തൊരു അതീത മുതലുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്താജിറുൽ അമീനു സ്വദീഖുൽ മുസ്ലിമു മഅ ശുഹദാഇ യൗമൽ ഖിയാമ. അത്താജിറു എന്ന് കേട്ടിട്ട് പിന്നെ മാഷുഹദായി എന്ന് കേട്ട പോലെ. അത്താജിറുൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, അസ്വദൂഖ്, സത്യസന്ധനായ മുസ്ലിമായ ഒരു കച്ചവടക്കാരൻ, മഅ ശുഹദാഇ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ശുഹദാക്കളോടൊപ്പമാണ്. അത്രയും മഹത്വമുണ്ട്. പക്ഷേ അത് മറ്റൊരു ഹദീസിൽ ഫത്ഹുൽ മുഈനിൽ തന്നെ വരുന്നൊരു ഹദീസിലുണ്ട്, ഏതു കസ്ബാണ് ധനസമ്പാദന മാർഗങ്ങളിൽ ഏറ്റവും ഉത്തമമായ കാര്യം എന്ത് എന്ന് ചോദിച്ചപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി അമലുർ റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ, മബ്റൂറായ നല്ല കച്ചവടം. നല്ല കച്ചവടം എന്ന് പറഞ്ഞാൽ ഐലാ ഗിശ്ശ ഫീഹി വലാ ഖിയാനത, ആ വസ്തുവിൽ എന്തെങ്കിലും ചതി ഒളിപ്പിച്ചിട്ടില്ല, അതിൻ്റെ വിവരണത്തിലും നമ്മൾ ചതി ഉപയോഗിച്ചിട്ടില്ല. അത്തരം ചതിയില്ലാത്ത കച്ചവടം ഇതാണെന്ത്? മബ്റൂറായ കച്ചവടം. ഇതിന് കൊടുക്കുന്നു, യാ മഅശറ തുജാർ അത്തുജാറു യുഹ്ശറൂന യൗമൽ ഖിയാമത്തി ഫുജാറൻ, തമ്മാടികളായിട്ടാണ് കച്ചവടക്കാരെ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഇല്ലാ മനിത്തഖല്ലാഹ വബർറ വസദഖ, സത്യസന്ധത പുലർത്തിയ ആളുകൾ ഒഴിച്ച്. ഞാൻ ഇവിടെ നിന്നെല്ലാം കാണൂട്ടാ, ഞാൻ ഉയരത്തിലായുണ്ട്. അപ്പം എന്താ പറഞ്ഞേ? അപ്പം ധനസമ്പാദന മാർഗത്തിൽ ഹറാമുകൾ വർജിക്കുക, അതുപോലെ ശുബ്ഹകൾ ഒഴിവാക്കുക. വാക്യങ്ങൾ ഇത് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ നമ്മുടെ ബിഗ്യയിലും ശുബ്ഹകൾ ഒഴിവാക്കുന്നവരെ കുറിച്ച് ഒരു പരാമർശം കൊടുത്തു കാണാം. ബിഗ്യയിലും മസ്അലത്തു കാഫ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഫത്വകൾ ചുരുക്കി എഴുതിയതാണ് ബിഗ്യ എന്ന് പറയുന്നത്. അതിൽ കുറച്ച് അക്ഷരങ്ങൾ കാണും. ആ അക്ഷരങ്ങൾ ഓരോന്നും ആരുടെ ഫത്വയാണോ ഇഖ്തിസാർ ചെയ്തത് അതിലേക്കുള്ള സൂചനയാണ്. ഇപ്പം മസ്അലത്തു കാഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബഹുമാനപ്പെട്ട ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു ഫതാവൽ ഖുർദിയിൽ പറഞ്ഞ കാര്യങ്ങളെ അതേപടി ബഹുമാനപ്പെട്ട ഒരു ബിഗ്യയിൽ കൊണ്ടുവന്നതായിരിക്കില്ല, ഒന്ന് ചുരുക്കും. ബിഗ്യൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോരോ അക്ഷരങ്ങൾ ആരെയാണ് സൂചിപ്പിക്കുന്നത്. അത് ആവശ്യം വരുമ്പോൾ ഓരോന്ന് പറയാം. അതിൽ കാണാം ശുബ്ഹ ഒഴിവാക്കുന്നതിലുണ്ട് അഥറുൻ അദീം,
വലിയ സ്വാധീനമുണ്ട് ഫീ തൻവീരിൽ ഖൽബ്, കൽബിന് പ്രകാശം ലഭിക്കുന്നതിൽ വലിയ സ്വാധീനമുണ്ട്. എന്ത്? അപ്പം ഹറാമല്ല അതുകൊണ്ട് കുറ്റം കിട്ടൂലാലോ, അതെല്ലാം ശരിയായിരിക്കാം. പക്ഷെ ശുബ്ഹകൾ ഒഴിവാക്കുമ്പോൾ അത് കൽബ് പ്രകാശിക്കാനും സ്വലാഹിഹി, കൽബ് നന്നാവാൻ അതും വലിയ നിമിത്തമാകും. കമാ അന്ന തനാവുലഹ, ഈ ശുബ്ഹകൾ ഒഴിവാക്കൽ യക്സിബു ഇദ്ലാമഹു, ആ കൽബിന് എന്തുണ്ടാക്കി തീർക്കും? ഇരുട്ടുണ്ടാക്കി തീർക്കും. വൈലേഹി യുഷീറു എന്ന് പറഞ്ഞിട്ട് ആ ഹദീസിൻ്റെ അവസാന ഭാഗം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഹദീസിൽ ഇന്നഫിൽ ജസദില മുദ്ഗത്തൻ എന്ന് പറഞ്ഞിട്ട്, അപ്പം ഈ ശുബ്ഹകൾ ഒഴിവാക്കുന്നത് എന്തിനു നിമിത്തമാണ്? കൽബിന് സ്വലാഹിയത്തുണ്ടാവാനും അത് ഉപയോഗിക്കുന്നത് കൽബിന് ഇരുട്ടുണ്ടാവാനും കാരണമാണ് എന്നത് ആ ഹദീസിൻ്റെ അവസാന വാചകത്തിൽ ഇത് കൊണ്ടുവന്നതിൽ സൂചനയുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയും. ഇതിൽ ഇമാം ഷഅറാനി തങ്ങളെ തൊട്ട് ഉദ്ധരിച്ച ഒരു സംഭവമുണ്ട്. അത്തിസ്തു യൗമൻ ഫിൽ ബാദിയ, എനിക്കൊരു താഴ്വരയിൽ വെച്ചത് ദാഹം അനുഭവപ്പെട്ടു. അങ്ങനെ ഒരാൾ എനിക്കൊരു മുറുക്ക് വെള്ളം കൊണ്ടു തന്നു. ഞാനത് എവിടെ നിന്നാണെന്നും അന്വേഷിക്കാതെ ഞാൻ കുടിച്ചു. പക്ഷേ അതൊരു ശുബ്ഹുള്ള വെള്ളമായിരുന്നു. ഫആവദത്ത് ഖസാബത്തുഹ അലയ്യ 30 സന, 30 വർഷം അതിൻ്റെ ആ കസാബത്ത് എനിക്കുണ്ടായിരുന്നു. ഒരു മുറുക്ക് വെള്ളം ശുബ്ഹുള്ളത് കുടിച്ചതിൻ്റെ പേര്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിലുണ്ടല്ലോ, ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ പാല് കഴിച്ചു. അപ്പം തൻ്റെ അടിമ കൊണ്ടു കൊടുത്ത പാലാണ്, പക്ഷെ ആ അടിമ ജോത്സ്യപ്പണി എടുത്തിട്ട് കിട്ടിയ ഒരു പ്രതിഫലമായിരുന്നു. അങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ ബഹുമാനപ്പെട്ടവർ ഛർദ്ദിച്ചു. ഹത്താ ഖാഅ ദമഹു, രക്തം വരെ ഛർദ്ദിച്ചു എന്നൊക്കെ കാണാം. അപ്പം നമ്മൾ ഹറാമുകൾ മെല്ലെ എങ്ങനെയെങ്കിലും അല്ലാണ്ട് ഒഴിവായാൽ മാത്രം പോരാ, ശുബ്ഹകൾ അതെല്ലാ മേഖലയിലും. അത്തരം വറഇൻ്റെ കഥകൾ പറയുന്ന ഒരുപാട് കിതാബുകൾ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന് അദ്ദുററു വൽ ലുമഅ് ഫീ ബയാനി സ്വിദ്ഖി വൽ വറഅ് എന്ന പേരിലൊരു കിതാബുണ്ട്. അതിൽ ഇത്തരം വറഇൻ്റെ കുറേ അനുഭവങ്ങൾ, പല ഇമാമിങ്ങൾക്കുമുള്ള അനുഭവങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അദ്ദുററു വൽ ലുമഅ് ഫീ ബയാനി സ്വിദ്ഖി ഫി സുഹ്ദി വൽ വറഅ്, ആരുടെ? ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. അതിലാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ തന്നെ ഒരു പറയും. അപ്പം ഇമാം നവവി തങ്ങളിൽ ഇത് വഅദ് പറഞ്ഞത് മാത്രമല്ല, ഒരു ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്താ? ബഹുമാനപ്പെട്ടവർ ഷാമിലെ പഴങ്ങൾ ബഹുമാനപ്പെട്ടവർ കഴിക്കാറില്ലായിരുന്നു. ആര്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്താ ഷാമിലെ പഴത്തിന് കുഴപ്പം? അതിന് കാരണം ഷാമിലെ ചില പഴത്തിൻ്റെ തോട്ടങ്ങൾ അത് യതീമിൻ്റെ സ്വത്താണ്. യതീമിൻ്റെ സ്വത്ത് ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതിൻ്റെ ആ കുട്ടിയുടെ വലി. ഒരാൾ അയാളുടെ ഉടമാവകാശത്തിലുള്ള വസ്തുക്കൾ വേണമെങ്കിൽ വില കുറച്ച് കൊടുക്കാം, സൗജന്യമായിട്ട് കൊടുക്കാം. നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേങ്ങയും മാങ്ങയും എല്ലാം അതിൻ്റെ നിലവാര വിലയേക്കാൾ കുറച്ച് കൊടുക്കാം, വേണമെങ്കിൽ എങ്ങനെയും കൊടുക്കാം, സൗജന്യമായിട്ട് കൊടുക്കാം. പക്ഷേ യതീമിൻ്റെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു രക്ഷിതാവ് ആ യതീമിൻ്റെ സ്വത്ത് വിൽപ്പന നടത്തുമ്പോൾ ആ പ്രദേശത്ത് പരമാവധി കിട്ടാവുന്ന വിലക്ക് തന്നെ വിൽക്കണം. അതിന് കിട്ടിയ വിലക്ക് വിൽക്കൽ ഹറാമാണത്. വാജിബാണ് മസ്ലഹത്തനുസരിച്ച് കുട്ടിയുടെ സ്വത്തിൽ തസറുഫ് നടത്തേണ്ടത്. അങ്ങനെയാവുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയ വിവരം എന്താ? ഈ ഷാമിലെ ചില തോട്ടങ്ങളുടെ, യതീമുകളുടെ തോട്ടങ്ങളുടെ രക്ഷിതാക്കൾ അതിലെ പഴങ്ങൾ വില കുറച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾക്ക് എന്താ, ഫുൾ പൈസ കൊടുത്തിട്ടായിരിക്കും വാങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് ഒരു ശുബ്ഹണ്ടല്ല അവിടെ. അപ്പം അത് ഇറങ്ങി വന്നിട്ടല്ലേ ഈ പഴം എന്നിലേക്ക് എത്തുന്നത് എന്ന വിലക്ക് ബഹുമാനപ്പെട്ടവർ അത് കഴിക്കാറില്ലായിരുന്നു. ഒരിക്കൽ മാത്രം ബഹുമാനപ്പെട്ടവർ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്, പഴം കഴിച്ചിട്ടുണ്ട് എന്നല്ല. അതെന്തായിരുന്നു? അതൊരടിമ വന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, എൻ്റെ യജമാനൻ പറയുന്നുണ്ട് അങ്ങ് കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ട് ഇതിൽ ഒരാപ്പിൾ അങ്ങ് സ്വീകരിച്ചാൽ ഇൻ കബില ഷൈഖു ഫഅൻത ഹുർറുൻ എന്നാണ് യജമാനൻ പറയുന്നത്. ശൈഖബറുകൾ ഇമാം നവവി തങ്ങൾ ഇതിലൊരു തുഫാഹത്ത് സ്വീകരിച്ചാൽ നിങ്ങൾ സ്വതന്ത്രരാകും ആണ്. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും സ്വീകരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ഇമാം നവവി തങ്ങൾ സ്വീകരിച്ചു. കാരണം
ഇതൊക്കെ എങ്ങനെയെങ്കിലും നടന്നു കിട്ടണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു നിയമങ്ങളിൽ നിന്നും മാറി പല സ്ഥലത്തും ഇതൊക്കിന് ഇളവ് കൊടുത്തത് കാണാം. പൊതു നിയമം അങ്ങനെയായിരിക്കും, പക്ഷേ ഇതൊക്കെ അതിൽ നിന്ന് പുറത്താണ്. അവിടെ പ്രത്യേകം കാരണവും പറഞ്ഞു കാണും. ഷാരിഇൽ ഇതിലേക്ക് വലിയ പൂതിയാണ്, ആഗ്രഹമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ തുഫാഹത്ത് വാങ്ങിവെച്ചു. അങ്ങനെ ഫഖബില റഹിമഹുല്ലാഹു മിൻഹു തുഫാഹത്തൻ വാഹിദത്തൻ ലിഅജ്ലി സിഫത്തിൽ ലിതഖി. എന്തു സഹിയാവാൻ? ആ അടിമ മോചിതനായിക്കോട്ടെ എന്ന് മനസ്സിലാക്കി. പക്ഷേ ഫലമ്മാ മാത്ത റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ വജദൂഹാ യാബിസത്തൻ വറാഅൽ കുതുബി ബഅദ മൗതിഹി, ബഹുമാനപ്പെട്ടവരുടെ മരണശേഷം നോക്കുമ്പോൾ കിതാബിൻ്റെ ബേക്കിൽ എന്തുണ്ട്? അന്ന് വാങ്ങിയ തുഫാഹത്ത് അവിടെ ഉണങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ശുബ്ഹ ഒഴിവാക്കണമെന്ന് പഠിപ്പിക്കുകയല്ല, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ അത് പകർത്തി. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തൻ്റെ അദ്ദുററു വൽ ലുമഅ ഫീ ബയാനി സ്വിദ്ഖി വൽ വറഇ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഇതിവിടെ അദ്ദുററു വൽ ലുമഅ എന്ന് തന്നെ വായിച്ചത്. ബിഗയിൽ ആ മുആമലാത്തിൻ്റെ ചർച്ച പറയുന്ന ഭാഗത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇനി എത്ര മണിക്കത്? 9:45.